ശരിക്കും പറഞ്ഞാൽ പെൺപിള്ളേരുടെ മുന്നിൽ പട്ടി ഷോ കാണിക്കാൻ പോകുന്നതാണ് ഞാൻ ഉൾപ്പെടെ. എനിക്കൊരു കത്തി എടുത്തുണ്ടായിരുന്നു. ചെവിക്കല്ല് ചേർത്ത് തല്ല് കൊടുക്കാൻ തോന്നുന്ന പോലത്തെ കമൻസ് വന്നിട്ടുണ്ട്. നെഗറ്റീവ് ക്രീം കമൻസ് വന്നു തുടങ്ങി കഴിഞ്ഞാൽ വിച്ച് മീൻസ് യു ആർ ഡൂയിങ് സംതിങ്. ഒരുപാട് നാളും നമ്മൾ ഇതിൽ തന്നെ നിന്ന് നമ്മൾ ഇതിനോട് ഒരു എയിം കൊടുത്ത് ഫോക്കസ് കൊടുത്താലേ ആക്ടിങ് വരുള്ളൂ. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് അത് പറഞ്ഞു വന്നപ്പോഴത്തേക്കും കണ്ണ് നിറയാൻ തുടങ്ങി. പെർഫോം ചെയ്യുന്ന സമയത്ത് ഇത് ഇച്ചിരി ഡീപ്പ് ഇമോഷണൽ ആയിട്ടുള്ള സാധനമായിരുന്നു. ആ കഥാപാത്രം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിയായിട്ട് അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കഥാപാത്രം ചിലപ്പോൾ ദേഷ്യത്തിലായിരിക്കും പറയും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കില്ല ഒരു കാര്യം. വൺസ് അത് അധികമായി നമ്മുടെ ലൈഫിന് അത് ബാധിക്കും തോന്നിയാൽ മാത്രം ജസ്റ്റ് പറയും. ഇതാവുമ്പോ എനിക്കും മനസ്സിലാവും. നമ്മൾ അങ്ങനെ കെയർ ചെയ്യുന്നിടത്ത് നമ്മളുടെ വ്യക്തിത്വം എന്നെ സംബന്ധിച്ചിടത്തോളം നശിക്കുകയാണ്. നീ ഇങ്ങനെ ഇരുന്നോ, വെറുതെ ഇരുന്നോ, നാട്ടുകാരൊക്കെ രക്ഷപ്പെടുന്ന കാണ് എന്നിട്ട് വിളിച്ചു പറയും. ഈ സംസാരിച്ചോണ്ടിരിക്കുമ്പോ റീൽസ് നോക്കിക്കൊണ്ടിരിക്കും, ഫോൺ എടുത്തോരേ ഒറ്റടി. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ. അഭിനയം ഏറെ ഇഷ്ടപ്പെടുന്ന നന്ദഗോപനും കൂടത്തിൽ അഭിനയിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഹർഷയും കൂടെ ചേർന്നപ്പോഴത്തേക്കും ഒരു നമ്മളെയൊക്കെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന കുറച്ചധികം വീഡിയോസ് നമ്മൾ കണ്ടു. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ നമുക്കറിയാം. ഹായ്, നമസ്കാരം. എന്തുണ്ട് വിശേഷം? ഞങ്ങൾക്ക് വേണ്ടി കോയമ്പത്തൂരിൽ നിന്ന് ഇവിടെ വരെ എത്തിയാൽ ആദ്യം തന്നെ ഒരു താങ്ക്സ് പറയാണ്. വിളിച്ച ഉടനെ നോ പറയാതെ വന്നല്ലോ. താങ്ക് യു സോ മച്ച്. എങ്ങനെയാണ് ഈ കണ്ടന്റ് ക്രിയേഷനിലേക്ക് വന്നത്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്ന നന്ദൻ ഇപ്പൊ യൂട്യൂബർ ആയിട്ടാണ് ഞങ്ങളൊക്കെ അറിയപ്പെടുന്നത്. എങ്ങനെയാണ് അങ്ങനെ ഒരു മാറ്റം വന്നത്? അത് മെയിൻലി അഭിനയം എന്നുള്ളതിനപ്പുറം ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ സിനിമ എന്നുള്ളതിനോട് കൂടുതൽ ഇഷ്ടമുണ്ട്. അപ്പോൾ നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതിലും ഭേദമല്ലേ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ട് ഷോർട്ട് വീഡിയോസിലേക്ക് മാറി. അതിനൊരു ടീം ബേസ്ഡ് ആയിരുന്നു, അതിനൊരു കണ്ടന്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടൊരു സീരീസ്, എന്തോ ഒരു അനുരാഗ വിലോചനം, മുന്നിൽ മൂന്നും നരകം എന്നൊക്കെ പറയും. അതൊക്കെ ഈ പാട്ടിന്റെ ഹെഡ്ലൈൻസ് വെച്ചിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സാധനം മഹാരാജിൽ പഠിക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാര്യം കല്യാണം കഴിഞ്ഞു, ഫാമിലിയായി, ജോലി നോക്കണം. അപ്പം പണ്ടത്തെ പോലെ കംപ്ലീറ്റ് കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കാനുള്ള ആ സ്പേസ് കഴിഞ്ഞു. മാത്രമല്ല ജോലി കോയമ്പത്തൂരാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്ന് മാറിപ്പോയി. അപ്പോൾ ആ ഒരു സ്പേസ് വന്നു, അങ്ങനെ ഇതിലേക്ക് മാറി. ഞാൻ ഹർഷ സപ്പോർട്ട് ചെയ്യുവാണല്ലോ, അതുകൊണ്ടാണല്ലോ ഇപ്പൊ വീഡിയോസിൽ കാണുന്നത്. ആദ്യം സംസാരിച്ചപ്പോൾ അവനൊക്കെ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വൈഫല്ലേ? അത് സപ്പോർട്ടീവ് ഇൻ ദ സെൻസ് മാളൂര് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് പ്രഷർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവസാനം മറ്റേ ഒരു ദിവസം ഭയങ്കര ഇമോഷണലായി. എന്നോട് ഒരു പ്രാവശ്യം ചോദിച്ചു ഈ ടെക്നിക്കാലിറ്റി, ഫിലിമിൻ്റെ ടെക്നിക്കാലിറ്റിയെ കുറിച്ച് ചോദിച്ചു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തൊരു കോണ്ടന്റ് അയച്ചു തന്നപ്പോൾ ഞാൻ അവനെ വിളിച്ച് ചീത്ത പറഞ്ഞു, നിന്ന മൊമെന്റിൽ നീ എന്താണ് ഇത് കംപ്ലീറ്റ് FPS കൂട്ടിയിട്ട് ഷൂട്ട് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം മാളുവിനോട് വന്നിട്ട് അതെന്തോ സംഭവം എന്ന് ചോദിച്ചു. അപ്പം മാളുവിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം, ഒരു ഫ്രെയിം പെർ സെക്കൻഡ്, ഇങ്ങനെ നമ്പർ ഓഫ് ഫ്രെയിംസ് ഇങ്ങനെ മൂവ് ചെയ്യും, ഇതാണ് അത്, അതിനകത്തിലാവും കൂടുതലായിട്ടേക്കുന്നത്, ഇത് നമുക്കൊരു സ്ലോ മോഷൻ വീഡിയോ എടുക്കാനേ ഇതിൻ്റെ ആവശ്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് അത് പറഞ്ഞു വന്നപ്പോഴത്തേക്കും കണ്ണ് നിറയാൻ തുടങ്ങി. വിച്ച് മീൻസ് കുറെ നാളായിട്ട് ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ കാത്തിരിക്കുമായിരുന്നു. എക്സാക്ട്ലി. അപ്പം അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദെൻ ഞാനിത് ചെയ്തു തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ അവള് പറഞ്ഞു ഓക്കെ ഞാൻ കൂടെ വയ്ക്കാം, ഒരു പ്രോമിസ് ഒന്നും ചെയ്തു തുടങ്ങി. കൂടെ നിൽക്കാന്നേ പറഞ്ഞുള്ളൂ, അഭിനയിക്കാന്ന് പറഞ്ഞില്ല. അഭിനയിക്കാൻ പറഞ്ഞില്ല. പിന്നെ എങ്ങനെ കൺവിൻസ് ആയി? ഇല്ല, ആദ്യം ജസ്റ്റ് വെറുതെ നമുക്കൊന്ന് നോക്കാം, അങ്ങനെയാണ് ഫസ്റ്റ് ഒരു ജസ്റ്റ് പാട്ട് മാത്രം വെച്ചിട്ട് വെറുതെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അതൊരു
4,000 to 5,000 സംതിങ് അത്ര. എനിക്ക് ക്യാമറയുടെ മുന്നിൽ ഭയങ്കര കോൺഫിഡൻസ് കുറവാണ്. അപ്പം വീട്ടിൽ നിന്നും ഫ്രണ്ട്സും എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞ് പിന്നെ ആള് ചെയ്യട്ടെ, ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു തുടങ്ങിയാണ്. ഇപ്പം എനിക്കിഷ്ടമാണ്. പക്ഷെ എന്നാലും ഒരു 500 ടേക്കൊക്കെ എടുത്താലാണ് ഒന്ന് ശരിയാവുക. 500 ടേക്ക് അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. 500 എന്നെയൊക്കെ പിടിച്ച് നിർത്തിയാൽ ഒട്ടും ചേട്ടൻ വീട്ടിൽ പണി നിർത്തി പോകുന്ന അവസ്ഥ വരും. അപ്പൊ പിന്നെ 500 ടേക്കിലെങ്കിലും ഓക്കെ ആവുന്നില്ല. അത് എന്റെ വലിയ കാര്യം. 500 അത് എക്സാജറേഷൻ. ഒരു 10, 20, 25, 30 വരെ പോകും. നിങ്ങള് മഹാരാജാസിന്റെ പ്രൊഡക്ട്സ് ആണെന്ന് കേട്ടു. എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ എങ്ങനെയാ മീറ്റ് ചെയ്തത്? പറയാൻ പറ്റുന്ന സ്റ്റോറിയാണോ? സുഭാഷ് പാർക്കില് ഈ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വൈകുന്നേരം പോയൊരു ജാമിങ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ പെൺപിള്ളേരുടെ മുന്നിൽ പട്ടി ഷോ കാണിക്കാൻ പോകുന്നതാണ് ഞാൻ ഉൾപ്പെടെ. പട്ടി ഷോയിൽ വളഞ്ഞത് അങ്ങനല്ല, ചുമ്മാ ഇരുന്ന് പാടുമല്ലോ. സോ ഞങ്ങൾ ഒരു തവണ അന്താക്ഷരിയൊക്കെ കളിച്ച സമയത്ത് അന്താക്ഷരിയിൽ പരിചയപ്പെട്ടാണ്. അന്താക്ഷരിയുടെ ഇടയിൽ പരിചയപ്പെട്ടതാണ്. പണ്ട് നിവിൻ പോളി ഡയലോഗ് ഉണ്ട്, ഞങ്ങൾ അന്താക്ഷരി കളിക്കുമായിരുന്നു. അങ്ങനെയാണോ? അത് നിവിൻ പോളി. ഏത് മൊമെന്റിലാണ് ഇതൊരു എന്റെ ലൈഫ് പാർട്ട്ണറാണ്, നമുക്ക് ഒരുമിച്ച് പോവാന്നുള്ളൊരു ചിന്ത വന്നത് എപ്പോഴാണ്? ശരിക്കും നന്ദൂർ അന്നൊരു ഇതുണ്ടായിരുന്നു, ഷൂട്ട് ഉണ്ടായിരുന്നു. അച്ഛൻ മരിച്ച ഒരു മകന്റെ ക്യാരക്ടറായിരുന്നു. ഇല്ല സോറി, അങ്ങനെ ഒരു ക്യാരക്ടറിന് പുറത്തിറങ്ങാൻ പറ്റണ്ടായി. അപ്പൊ ഞാൻ നല്ലൊരു ഫ്രണ്ട് മാത്രമായിരുന്നു. അത് പുറത്തിറങ്ങാൻ പറ്റാതൊന്നുമില്ല. പെർഫോം ചെയ്യുന്ന സമയത്ത് ഇച്ചിരി ഡീപ്പ് ഇമോഷണൽ ആയിട്ടുള്ള സാധനമായിരുന്നു. ആ കഥാപാത്രം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിയായിട്ട് അടിച്ചിട്ടുണ്ടായി. ഓക്കെ, അപ്പൊ കഥാപാത്രം കയറി അതിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് വിളിച്ച് സംസാരിച്ചത്. ആ സംസാരത്തിൽ ആള് ഭയങ്കര ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് ഓക്കെ, ആളൊരു ശരിക്കും സത്യമുള്ള ആളാണ് എന്ന് തുറന്നു പറയുന്ന ഒരാളാണെന്ന് തോന്നിയപ്പോൾ അന്നാണ് ശരിക്കും പ്രപ്പോസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഒരു 50 അടിച്ചാൽ ഓപ്പൺ സൺലി സംസാരിക്കുന്ന ആൾക്കാരാണ് ബോയ്സ് കൂടുതലെന്ന് തോന്നുന്നു. ഒരു ഡ്രാപ്പായിരുന്നു അത് എന്നുള്ളതാണ്. ആയിരുന്നു? ഇല്ല, വളരെ എപ്പോഴാണെങ്കിലും എന്തുണ്ടെങ്കിലും പറയും. ഓപ്പൺ ആണ്. 2 അടിച്ചാൽ കുറച്ചുകൂടെ ഓപ്പൺ ആണ്. ഇല്ല, അത് ഇന്നിപ്പോ പറഞ്ഞില്ലെങ്കിലും ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിലും പറയും. മനസ്സിൽ വെക്കാൻ പറ്റില്ല ആൾക്ക്, അതെങ്ങനെയായാലും പുറത്തു വരും. ഒരു നിഷ്കമാണ് കാണുമ്പോഴുള്ള ടഫ്നെസ് ഉള്ളൂ, ആള് നിഷ്കമാണ്. പിന്നീട് ഇപ്പം ഷോർട്ട് വീഡിയോസ് ഒക്കെ റീച്ച് ആയി തുടങ്ങിയ സമയത്ത് എന്തെങ്കിലും ഓഫേഴ്സ് വന്നിട്ടുണ്ടോ? മീൻസ് ബാക്ക് ടു ആക്ടിങ് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ആ ലെവലിലേക്ക്? ഇല്ല, ലൈക്ക് അറ്റ് പ്രസന്റ് എന്ന് പറഞ്ഞാൽ കൊളാബറേഷൻസ് ഉണ്ട്. ഇപ്പം പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ആയിട്ട് നല്ല കണക്ഷൻസിലും നല്ല കൊളാബറേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. ലൈക്ക് അങ്ങനെ അല്ലാതെ മൂവീസോ അങ്ങനെ ഒരു ഇതിലേക്ക് ഒന്നും ആയിട്ടില്ല, അതിനുള്ള ടൈം ആയിട്ടില്ല. എപ്പോഴും ഒരു സിനിമ തന്നെ ആയിരിക്കില്ലേ മനസ്സിൽ? ഒരു സംവിധായകനോ ഒരു എഴുത്തുകാരനോ ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഫസ്റ്റ് എയിം അതാണ്. പിന്നെ എപ്പോഴേലും തല കാണിക്കാൻ പറ്റിയ കൂടുതൽ പാട്ടും പാടും അല്ലേ? ഇല്ല, പാടുമായിരുന്നു. ഇപ്പൊ പാടില്ല. ഇല്ല, ടച്ച് വിട്ടുപോയി. പ്രാക്ടീസ് ഇല്ല. അങ്ങനെ പറയില്ല, ടച്ച് വിട്ടുപോയെന്ന് പറയുമ്പോഴത്തേക്കും പറ്റില്ല. ഇല്ല, പാടുകയൊക്കെ ചെയ്യും. ഞാൻ പഠിക്കുമെന്ന് ഓർത്തിട്ട് ചോദിച്ചാണ്. ടച്ച് വിട്ടുപോയി. പാടും, പക്ഷെ പണ്ട് നന്നായിട്ട് പാടുമായിരുന്നു. ഇപ്പം തീരെ മൂളിപ്പാട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാടുന്നല്ലാതെ അതൊന്നൊന്ന് വിട്ടു, ആള് കുറെ വിട്ടുപോയി. ഈ എപ്പോഴും സത്യം പറയുന്ന ആളാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ പറഞ്ഞൊരു സത്യം എന്തായിരിക്കും, അല്ലെങ്കിൽ ഞെട്ടിച്ചൊരു സത്യം എന്തായിരിക്കും? പറയാൻ പറ്റും? ആൾക്ക് ഇത്ര എക്സ് ഉണ്ടായിരുന്നു. ഇല്ല, അത് നമ്പർ ഓഫ് എക്സസ് വിരലിലെണ്ണാൻ പറ്റോ? ഇല്ല, അതെല്ലാം പൊട്ടി പാളീഷായിട്ടും ഉണ്ടല്ലേ? അവര് കട്ട് ചെയ്തോളൂ. കട്ട് ചെയ്യുന്നതായിട്ട് വരുമെന്ന് തോന്നുന്നില്ല. ഇത് നന്നായിട്ട് എഡിറ്റ് ചെയ്ത് തരാം. എങ്കിലും ചേട്ടാ എത്ര ഉണ്ടായിരുന്നു? കുറച്ചധികം. ഇതെന്താ ഒരെണ്ണത്തിൽ സ്റ്റിക്ക് ചെയ്യാതെ ഇങ്ങനെ? ആള് പഠിക്കുന്ന സമയത്ത് ഒരു ശ്രീകൃഷ്ണനായിരുന്നു. അങ്ങനെ പറയേ. ശരി, ശ്രീകൃഷ്ണൻ
എങ്കിൽ ചേട്ടാ ചോദിക്കട്ടെ, ഇതൊക്കെ ഈ പൊട്ടാനായിട്ടുള്ള പ്ലാൻ എന്തായിരുന്നു? അതോ ഞാൻ കൊതിപ്പിച്ച് കടന്നു കളയും എന്നുള്ളതാണോ? നമുക്ക് ടോപ്പിക് ചെയ്യാം പ്ലീസ്. എങ്കിലും ചെറുതായിട്ട് ഇത് പറയോ ചേട്ടാ? അങ്ങനൊന്നുമില്ല. പർപ്പസ്ഫുള്ളി അങ്ങനെ ഞാനായിട്ട് ബ്രേക്ക് ചെയ്തിട്ടോ അവരായിട്ട് ബ്രേക്ക് ചെയ്തിട്ടോ ഇല്ല. സെറ്റ് ആവില്ല കറക്റ്റ് ആവില്ല എന്ന് തോന്നി അടുത്ത നെക്സ്റ്റ്. അത്രേ ഉള്ളൂ. നമ്മൾ ട്രൈ ചെയ്യണം ചേട്ടാ, ട്രൈ. അതോട് നല്ലൊരാളെ കിട്ടി. എങ്ങനെയുണ്ടായിരുന്നു കോയമ്പത്തൂർ? പക്ഷെ അവളുടെ ഫസ്റ്റ് ലവ് ആണ്. അടിപൊളി. നല്ലൊരാളെ കിട്ടിയില്ലേ? അങ്ങനെ പറയാലോ അല്ലേ? പറയാം. ഓക്കെ. എങ്ങനെയുണ്ട് കോയമ്പത്തൂർ ലൈഫ്? എങ്ങനെയുണ്ട് കോയമ്പത്തൂർ ലൈഫ്? ഭയങ്കര പീസ്ഫുൾ ആണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലവും എല്ലാം നേച്ചർ ഒക്കെ ഭയങ്കര പീസ്ഫുൾ ആണ്. ബട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ മിസ് ചെയ്യുന്നുണ്ട് വളരെ. ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ഉള്ള ആളാണ്? അതെ, അത്യാവശ്യം നന്നായിട്ട്. എവിടെ പോയാലും ഫ്രണ്ട്സ് ഉണ്ടാവും. ഈ കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ കാണുമ്പോൾ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയുന്നത്? സപ്പോർട്ടാണ്, വളരെയധികം സപ്പോർട്ടാണ്. പിന്നെ ഞാനിതൊന്നും ചെയ്യാതെ ഇപ്പം ലാസ്റ്റ് ഒരു 3 months ആയിട്ടാണ് ഇതിന്റെ പുറകിനെ നടക്കുന്നത്. അതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് വളരെ വിരളം സുഹൃത്തുക്കള് വിളിച്ചിട്ട്, അത് എൻ്റെ സുഹൃത്തുക്കളുടെ ഒരു ഫോർമാറ്റ്, വേ ഓഫ് കൺവേയിങ് അങ്ങനെ തന്നെ. നന്നാവൂലടാ നീ, നന്നാവൂല, നീ ഇങ്ങനെ ഇരുന്നോ, വെറുതെ ഇരുന്നോ, നാട്ടുകാരൊക്കെ രക്ഷപ്പെടുന്ന കാണ് എന്നിട്ട് വിളിച്ചു പറയും. ഇങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യും. എനിക്കും ഉണ്ട് അങ്ങനത്തെ അത് ദിവസവും വിളിച്ചു പറയും. ഒരു ദിവസമൊന്നും ഇല്ല, ദിവസവും വിളിച്ച് ചീത്ത വിളിയും. അങ്ങനെ വന്നാണ് ആള് തുടങ്ങിയത്. അപ്പൊ അവർക്കും അതിന്റെ പുറകിൽ ഭയങ്കര ഒരു ഇതുണ്ട്. ഇത് മീൻസ് ഒരു മൊമെന്റ് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് എത്താതെ വരുമ്പോൾ നമ്മൾ തന്നെ ഇത് എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ലല്ലോ, എന്താണ് ഇനി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് നിർത്താം എന്നുള്ളൊരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഇല്ല, എന്ത് വന്നാലും ഫേസ് ചെയ്യും എന്നുള്ളതാണ്. ബിഫോർ ഐ ഡൈ, മരിക്കുകയാണെങ്കിൽ ഒരു ഫിലിം മേക്കർ ആയിട്ടേ മരിക്കുള്ളൂ. അടിപൊളി. അതിനിപ്പം 65-ന് ശേഷമാണെങ്കിലോ 70-ലാണെങ്കിലും എത്രയും ജീവിച്ചിരുന്ന അതിന് മുന്നേ തട്ടിപ്പോയപ്പോ എന്ന് പറയാം. ബട്ട് സ്റ്റിൽ മരിക്കുന്നിടം വരെ അതിനു വേണ്ടിയിട്ടേ നിൽക്കുള്ളൂ. ഈ കണ്ടന്റ് ഒക്കെ ആരുടെ തലയിലാണ് ഉദിക്കുന്നത്? എല്ലാ ആളാണ് കണ്ടന്റ് എഴുതുന്നത്, അത് എഡിറ്റ് ചെയ്യുന്നത്, അതിനെ മേക്ക് ചെയ്യുന്നത്, ക്യാമറ, എല്ലാ ആളാണ്. മൾട്ടി ടാലന്റഡ് എന്നുള്ളതാണ്. ഞാൻ പറയാൻ നല്ല രസമാണ്. ഇവിടെ ഒരു കോൺസെപ്റ്റും പറഞ്ഞു വെച്ചിട്ട് അവിടെ പോയി ഫ്രെയിം വെച്ചിട്ട് തിരിച്ച് ഇവിടെ വന്ന് അഭിനയിക്കണം. അത് ചിലത് ഡബിൾ റോൾ ഒക്കെ ഉണ്ട്, അച്ഛനായിട്ടും മോനായിട്ടും ഒക്കെ ഉള്ളത്. അത് കുറച്ചൊരു റിസ്ക് അല്ലേ? അത് പാഷനോർക്ക് ചെയ്തു പോകുന്നു എന്നുള്ളതാ. പണ്ട് മോണോ ആക്ടിനൊക്കെ ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് ലെവലിലൊക്കെ മോണോ ആക്ട് ചെയ്തിട്ടുണ്ട്. മിമിക്രി മോണോ ആക്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തില് ഉള്ളൊരു എക്സ്പീരിയൻസാണ്. പിന്നെ KPSC നിന്നാണ് നാടകം പഠിച്ചത്. അപ്പൊ അവിടെ നാടകത്തിലായിരുന്നു. ഒരു ചെറിയ പ്രായത്തിലൊക്കെ KPSC-യിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ നമ്മൾ പല പല കഥാപാത്രങ്ങൾ, ചിലപ്പോൾ തട്ടയിൽ ഒരേ പ്ലേ ആയിരിക്കും, 2 ക്യാരക്ടർ ഉണ്ടാവും. ഇവിടുന്ന് നമ്മൾ ഇറങ്ങി അപ്പുറത്തൂടെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് ഇപ്പുറത്ത് വരുമ്പോൾ അടുത്ത കഥാപാത്രമായിട്ട് തോന്നണം. ലാശാൻ്റെ തല്ലിട്ടു. നാടകമൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ ശരിക്കും? നാടകവും മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആലപ്പുഴ ഏരിയയിൽ കൂടുതലും നാടകമൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാർ കുറെ പേരുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പം ഇനിയിപ്പോ ബാക്ക് ടു കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ നാട്ടിലേക്കോ സെറ്റിൽ ആവുകയാണെങ്കിൽ നാടകവും സിനിമയും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഏതിലേക്ക് ഒരിടത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും? നാടകം എന്ന് പറയുന്നത് അത് ഒരു എക്സ്ട്രീമാണ്. ഇപ്പം ഒരുപാട് ഓഡിയൻസ് ഇരിക്കുമ്പോൾ അത്ര ഓഡിയൻസിനെ കൺവേ ചെയ്യാനായിട്ട് നമ്മൾ എന്തൊരു ഇമോഷൻ ആണെങ്കിലും അതിൻ്റെ ഒരു എക്സ്ട്രീം ഉണ്ട്. ഈ എക്സ്ട്രീം രജിസ്റ്റർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നാടകത്തിൻ്റെ ഒരു ഫോമാറ്റ്. ഇത് നമുക്ക് പഠിക്കാൻ വളരെ നല്ലതാണ്. അഭിനയം പഠിക്കാനും അതിലേക്ക് മൂവ് ചെയ്യാനും ഈ എക്സ്ട്രീമിൽ പഠിക്കുന്നത് നല്ലതാണ്. ബട്ട് വൺസ് നമ്മൾ ഒരു സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലോസപ്സും നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. ബോഡി ലാംഗ്വേജ് കാണിക്കണമെങ്കിൽ വൈഡ് വെക്കാം. ഇപ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് കലങ്ങുന്ന ഒരു ഷോട്ടാണെങ്കിൽ എനിക്ക് വളരെ ഒരു എക്സ്ട്രീം ടൈറ്റ് വെക്കാം. സോ അത് അത്രയും ടെക്നിക്സ് ഉള്ളപ്പോൾ നമ്മൾ പിന്നെ നാടകത്തിലേക്ക് ഒരു ലുക്ക് ബാക്കിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ് അതിപ്പോൾ എന്ത് ടെക്നോളജി ആണെങ്കിലും കയ്യിലിരിക്കുന്ന ഫോണിലാണെങ്കിലും ചെയ്യുന്ന ഇത് ആക്ഷൻ കട്ട് തന്നെ. സോ പിന്നെ
സിനിമ. ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് സിനിമയായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ആരെ വെച്ചിട്ടായിരിക്കും സിനിമ എടുക്കുക? മമ്മൂട്ടിയെ വെച്ച് പടം ചെയ്യാൻ പറ്റിയ ഭാഗ്യമായിട്ട് വിചാരിക്കും. തീർച്ചയായിട്ടും. 100%. അത്തരം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മാത്രം കഥ ആലോചിച്ച് വെച്ചിട്ടുണ്ട്? ഒരിക്കലും അല്ല. ഒരു നടനെ വെച്ചിട്ട് സിനിമ എടുക്കാൻ പറ്റിയ, അതായത് ഫ്യൂച്ചറിലെ കാര്യമാണ് നടന്നത്. അങ്ങനെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ ഫിലിം മേക്കർ എനിക്ക് മമ്മൂട്ടിയെ വെച്ചൊരു പടം ചെയ്യാൻ പറ്റിയാൽ ഞാൻ ഭാഗ്യവാനാണ്. ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ആ സിനിമയിൽ ഹർഷയ്ക്ക് റോൾ ഉണ്ടാവോ? ഹർഷ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20 ടേക്ക് എന്നുള്ളത് ഒരു 5 ടേക്കിലേക്ക് ഒതുക്കുന്ന സമയത്ത് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? പെർഫോം ചെയ്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ കോപ്പി ചെയ്ത് ചെയ്യും. പിന്നെ തന്നെയുള്ള ഇംപ്രവൈസേഷൻസ് ആയി വരാനും കുറച്ചേറെ ടൈം എടുക്കും. ഇപ്പോൾ നമുക്ക് ഒരു 3 months 4 months അങ്ങനെ ഒരു ടൈം കൊണ്ടോ ഒന്നും വരുന്നതല്ല അഭിനയം. അത് ഒരുപാട് നാളും നമ്മൾ ഇതിൽ തന്നെ നിന്ന് നമ്മൾ ഇതിനോട് ഒരു എയിം കൊടുത്ത് ഫോക്കസ് കൊടുത്താലേ ആക്ടിങ് വരുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ മറ്റേ ഫഹദ് ഫാസിലാണെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് നമ്മളും ട്രൈ ചെയ്യുന്നത്. ട്രൈ ചെയ്തൊരു ഇച്ചിരി കുറവാണ്. ട്രൈ ചെയ്താൽ ട്രൈ കുറവാണ്. ഓക്കെ, ഒരു ടാസ്ക് തന്നാല് ഇവിടെ ഹർഷയുടെ 3 ഗുഡ് ക്വാളിറ്റീസും 3 ചില കാര്യങ്ങൾ ചേഞ്ച് ആയാൽ കുറച്ചും കൂടെ ബെറ്റർ ആകും. ഇപ്പം ആക്ടിങ് ആണെങ്കിലും ഈവൻ നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങിലാണെങ്കിലും ഒരു ചേഞ്ച് വരുമെന്ന് പറയാൻ പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? അതിന് 3 പോസിറ്റീവ് പറയും. ലൈക്ക് 3 പോസിറ്റീവ്സ് ആൻഡ് 3 നെഗറ്റീവ്സ്. ഒന്നും എനിക്ക് വ്യക്തമല്ല. അതെ, നല്ല ഗുഡ് ക്വാളിറ്റീസ് ഹർഷ ഈ കാര്യത്തിൽ അടിപൊളിയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അയ്യോ ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പ് ആളിത് ചെയ്തല്ലോ എന്നുള്ളൊരു കാര്യങ്ങൾ വരുമല്ലോ. അങ്ങനെ ഒരു 3 ക്വാളിറ്റി. അതുപോലെ തന്നെ 3 നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഇംപ്രൂവൈസ് ചെയ്താൽ അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും, അങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. അങ്ങനെ മനസ്സിലായി. ക്വാളിറ്റീസ് ഇൻ ദ സെൻസ് ആള് ഭയങ്കര ബോൾഡാണ്. എന്നാലും ബോൾഡാണ്. കെയറിങ് ആണ്. നമുക്ക് ഒരു അത്യാവശ്യം ഒരു നമ്മൾ ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഷീ ലിഫ്റ്റ് അപ്പ് ലിറ്ററലി. പിന്നെ പിന്നെ ലവിങ് ആണ്. സിംപ്ലി ഇതെല്ലാരും പറയുന്നതാ. വേറെ ക്വാളിറ്റി എൻ്റെ ഇപ്പോൾ എല്ലാ മനുഷ്യർക്കും ഒരു സ്പേസ് ഉണ്ട്. എനിക്ക് വളരെയധികം സ്പേസ് തരാറുണ്ട്. എൻ്റെ ഹാബിറ്റ്സോ ആള് ചോദ്യം ചെയ്യാറില്ല. ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. ചോദ്യം ചെയ്യാറില്ല എന്നല്ല, ഒരു സമയം വരെ ഞാനൊന്നും പറയില്ല. വൺസ് അത് അധികമായി നമ്മുടെ ലൈഫിന് അത് ബാധിക്കും തോന്നിയാൽ മാത്രം ജസ്റ്റ് പറയും. അതാവുമ്പോ എനിക്കും മനസ്സിലാവും അത് വാട്ട് എവർ ദ ഹാബിറ്റ് ഇറ്റ് ഈസ്, ഇറ്റ്സ് ബാഡ് ഓർ ഗുഡ് ഓർ ബാഡ് എന്നുള്ളത് അവൾ ആ സമയത്താണ് അത് കഴിഞ്ഞു പോകണമെങ്കിൽ എനിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ആളുടെ ക്യാരക്ടർ അതാണ്. ഒരു സ്പേസ് തരുന്നുണ്ട് എപ്പോഴും. അങ്ങനെ ദെൻ ഇപ്പൊ ഞാൻ 3-4 പറഞ്ഞില്ലേ, മാറ്റണം എന്നുള്ളത് അത് ആള് പേർപ്പസ്ഫുള്ളായിട്ട് വരുന്നൊന്നുമല്ല. ആൾക്ക് ഇച്ചിരി വെപ്രാളമുണ്ട്. ഇപ്പോൾ നമ്മൾ ഒന്ന് കാമായിട്ടിരുന്ന് സംസാരിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇപ്പോൾ ഫോർ ആൻ എക്സാമ്പിൾ ഒരു കഥാപാത്രമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്ന് ഒരു ഫ്ലോയിൽ പോയി പോകേണ്ട ഒരു കാര്യമാണെങ്കിൽ ആൾ പെട്ടെന്ന് ഇങ്ങനെ എടുത്തു ചാട്ടാണ്. അതുണ്ട്, ഒരു വെപ്രാള സ്വഭാവമുണ്ട്. പക്ഷെ ഞാൻ ഇത്ര നേരമായിട്ടും ആളൊരു കാമായിട്ടുള്ള പേഴ്സണായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അയ്യോ, അതല്ല ഉദ്ദേശിച്ചത്. അല്ല, വെപ്രാളം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ട്. ഒരു അത് പേഴ്സണലി ഇപ്പോൾ കുറച്ച് അടുത്ത് കഴിയുമ്പോഴേ മനസ്സിലാവും. ഒരു എടുത്തുചാട്ടമുണ്ട്. ഞാൻ പറയട്ടെ, ആലോചിക്കാം. അത് മാറ്റണം. നോട്ട പോയി. പിന്നെന്താ പറ, എപ്പോഴും പറയുന്ന കാര്യങ്ങൾ പറ, വാശി പറ.
ഈ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഉത്തരം ഞാൻ തന്നെ പറഞ്ഞു ചോദ്യം ഉത്തരം അല്ലേ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ. അതല്ലാതെ വേറെ ബാഡ് ക്വാളിറ്റീസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അടിപൊളി. നേരെ തിരിച്ചു പറയുകയാണെങ്കിലോ? ഒന്നും ഇല്ലെന്നാണോ? ഇല്ല, ഗുഡ് ക്വാളിറ്റീസ് ഈ പറഞ്ഞ പോലെ തന്നെ. Means, ഞാൻ ഭയങ്കരമായിട്ട് എടുത്തു ചാടി ഒരു സാധനം ചെയ്ത് പെട്ടെന്ന് നിർത്തും. അതാ ഞാൻ മറ്റേത് പറയില്ലേ നമ്മള്, പെട്ടെന്നൊരു കാര്യം ചെയ്യും, ഓക്കെ തുടങ്ങി വെക്കും, കംപ്ലീറ്റ് ആക്കാൻ ഞാൻ ഭയങ്കര താമസമാണ്. ഇയാളങ്ങനെയല്ല, ഒരു സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങാൻ ചിലപ്പോൾ താമസം എടുത്തുന്നിരിക്കും, പക്ഷെ തുടങ്ങിയാൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തോണ്ടേയിരിക്കും. ആലോചിച്ച് തീരുമാനം എടുത്ത് എല്ലാം പ്ലാൻ ചെയ്ത് അതിന്റെ എൻഡ് വരെ. ഞാനെപ്പോഴും ചെസ്സ് കളിക്കും ആള്. അപ്പം ചെസ്സ് കളിക്കുന്ന എങ്ങനെയാ, ഫസ്റ്റ് മൂവ് മുതൽ ലാസ്റ്റ് മൂവ് വരെ ആദ്യം പ്ലാൻ ചെയ്ത് വെക്കും, എന്നിട്ടേ കളിക്കുള്ളൂ. അതേപോലെ തന്നെയാണ് ലൈഫിലും. ഫസ്റ്റ് മൂവ് മുതൽ ലാസ്റ്റ് മൂവ് വരെ എപ്പോഴും ആലോചിച്ച് പ്ലാൻ ചെയ്ത് അതിന് എന്തൊക്കെ എവിടെയൊക്കെ മാറ്റങ്ങൾ വരും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, എല്ലാത്തിനും ഒരു സൊല്യൂഷനൊക്കെ കണ്ടുവച്ചിട്ടേ തുടങ്ങുള്ളൂ ഒരു സാധനം ചെയ്യുന്നുണ്ടെങ്കിൽ. അതൊരു നല്ല ക്വാളിറ്റിയാണ്. എനിക്കതില്ല. എവിടെയെങ്കിലും ഒന്ന് പണി പാളിയാൽ എന്തായിരിക്കും ആളുടെ സഡൻ റിയാക്ഷൻ? എന്തായിരിക്കും? ആള് പെട്ടെന്ന് വെപ്രാളപ്പെടും. ആ സമയത്ത് നമ്മൾ ഒന്ന് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഉണ്ടെന്നുള്ള ഒരു തോന്നി കഴിഞ്ഞാൽ ബാക്കി ആൾ കൊണ്ടുപോയിക്കോളും, പ്രശ്നമൊന്നുമില്ല. അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പെട്ടെന്നൊരിത് വന്നു കഴിഞ്ഞാൽ, ബ്രേക്കോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന്, അത് പ്രശ്നം കൂടുതൽ വിശ്വസിക്കുന്നവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ മാത്രം ആളൊന്ന് ചാടിപ്പോവും. ആ സമയത്ത് നമ്മളുണ്ട്, ഓക്കെ ഞാൻ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി, ബാക്കി ആൾ തന്നെ ഹാൻഡിൽ ചെയ്തോളും. അതാണ്, അത് വലിയൊരു ക്വാളിറ്റിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് നല്ല സ്പേസ് തരും. എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന്, ചിലപ്പോൾ ദേഷ്യത്തിലായിരിക്കും പറയാ, അത് പറയും, മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കില്ല ഒരു കാര്യം. അപ്പം നമുക്കും മാറണമെങ്കിൽ മാറാം. ഇപ്പം എൻ്റെ ഭാഗത്താണ് തെറ്റുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും ഒന്നും ഒളിപ്പിച്ച് വെക്കില്ല, മൈൻഡിൽ വെച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് ഒന്നും ചെയ്യില്ല. അത് നല്ലൊരു കാര്യം. പുള്ളി ഇങ്ങനെ വിചാരിക്കും എന്നെ പറ്റി തന്നെയാണോ മുഖത്തെ എക്സ്പ്രഷൻ. ഇത്രയൊക്കെ സന്തോഷമുണ്ട്. ഇനി ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഒരു 2 കൊല്ലം മുമ്പേയൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ഒരുപാടുണ്ടായി. ഇപ്പൊ പക്ഷെ ഞങ്ങൾ തന്നെ ഇടയിലിടയിൽ സംസാരിച്ച് കുറേയൊക്കെ മാറി. 2 കൊല്ലം മുമ്പെന്ന് പറയുമ്പോൾ കുട്ടിക്കളിയായിരുന്നു, പഠിച്ചിറങ്ങിയ ആ ഒരു സമയത്ത് ആ ഒരു കുട്ടിക്കളി. ഇപ്പം ആഫ്റ്റർ മാരേജ് ആള് നല്ലൊരു കുടുംബനാഥനാണ്. മാറ്റാൻ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, മുമ്പായിരുന്നെങ്കിൽ ചേഞ്ച് ചെയ്ത് എടുത്ത എന്തൊക്കെ കാര്യങ്ങളാണ്? ദേഷ്യം, പെട്ടെന്ന് റിയാക്ട് ചെയ്യുമായിരുന്നു, ചെറിയ കാര്യത്തിനോടും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുമായിരുന്നു. ഇപ്പം അതില്ല. ഇപ്പം അത് ഓപ്പോസിറ്റ് പറയുന്ന ആളുടെ മാനസികാവസ്ഥയും കൂടെ നോക്കിയിട്ടേ ആള് എന്ത് വേണമെങ്കിലും ചെയ്യുള്ളൂ. അങ്ങനെ ദേഷ്യം മാത്രമായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. അത് മാറ്റി. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ലൈഫില്? നമ്മള് പ്രേമിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നാണ് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ 5 വർഷം പ്രണയം അല്ലേ? 5 വർഷം പ്രണയം. ഈ സംസാരിച്ചോണ്ടിരിക്കുമ്പോ റീൽസ് നോക്കിക്കൊണ്ടിരിക്കും, ഫോൺ എടുത്തോരേ ഒറ്റടി പൊട്ടി. പുതിയ പിന്നെ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കും. അതൊക്കെ പണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, പറ്റിപ്പോയിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ പൊതുവെ ഇല്ല. അത് ആ സംഭവത്തോടെ ഞാനും മാറി, ആളും മാറി. അല്ലല്ലോ, നമ്മളെ കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, കാണുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാവും. അതിപ്പോ ഒരു തവണ 2 തവണ 3 തവണ 4 തവണ ഒക്കെ കഴിയുമ്പോഴേ അങ്ങനെ വരാറുള്ളൂ. അത് വേറെ കാര്യം. ആദ്യത്തെ തവണ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങളുടെ റിയൽ ലൈഫിനോട് ഏറ്റവും കണക്ട് ചെയ്ത ഒരു കണ്ടന്റ് ഏതായിരിക്കും വീഡിയോസിൽ? ഈ ഡോഗിന്റേത് അത് ഫുൾ അത് കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആണ്. ഇയാളുടെ ഒരാളുടെ നിർബന്ധമായിരുന്നു ജാനു. ഇപ്പൊ ഏറ്റവും കൂടുതൽ പണി വാങ്ങിക്കുന്നതും നന്ദുവാണ്. നമ്മളൊരു പപ്പിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് ആദ്യം കുറച്ച് നാള് അത് ഉള്ളിൽ തന്നെ ആയിരിക്കും കൊണ്ടുവരുന്നതിന് മുന്നേ ഭയങ്കര ഇതായിരുന്നു. എനിക്കറിയാം, 10-12 വർഷം ഞാൻ നോക്കിയതാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അറിയാന്നൊക്കെ കൊണ്ടുവന്നു. ലൈഫിലെ ഡയലോഗ്, അതിലെ ഡയലോഗ് എല്ലാം അതുപോലെ തന്നെ. വാങ്ങിക്കുന്നതിന് മുന്നേ എന്തൊക്കെ പറഞ്ഞു അത് തന്നെയാണ് അതിലുള്ളത്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പട്ടിയെ. ഞാൻ അടുത്ത് പോലും പോവില്ലായിരുന്നു ജാനുവിന്റെ. സോ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കൊണ്ടുവന്ന സമയത്ത്. ഇപ്പോഴാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് കണക്ട് ചെയ്യുന്ന ഏത് കണ്ടന്റ് ആയിരിക്കും? മെമ്മറീസ് റീകളക്ട് ചെയ്യുന്നില്ല, പാട്ടിന്റെ അത് ഉണ്ടായത്. അതെല്ലാം സ്വന്തം ലൈഫ്. അതൊക്കെ ഇപ്പം അതെനിക്ക് തോന്നുന്നു
ടു മന്ത്സ് ബാക്ക് കൊച്ചിയിൽ നിന്ന് തിരിച്ച് ഡ്രൈവ് ചെയ്തോണ്ടിരുന്ന സമയത്ത് പാട്ട് കേട്ടപ്പോൾ എനിക്ക് 2 പാട്ട് തമ്മിൽ കണക്ഷൻ തോന്നി. എത്ര ആലോചിച്ചിട്ടും എനിക്ക് എൻ്റെ തുടക്കം കിട്ടുന്നില്ല. അപ്പോൾ ഇറ്റ് ക്യാൻ ബി എ ഗുഡ് കണ്ടന്റ് എന്ന് ആലോചിച്ച് അതപ്പോഴേ ചെയ്തു. പിന്നെ മെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇതെന്ന് നമ്മൾ പെബിൾസ് ഇല്ലേ, ഒരു ബൗളിനകത്തിൽ ഒരുപാട് പെബിൾസ് ഉണ്ടാവും. അതിൽ ഗ്രീൻ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ദർ വിൽ ബി നമ്പർ ഓഫ് റെഡ് ഓൾസോ. നമുക്ക് പല ഐഡിയാസ് തോന്നും ഇതുപോലെ. അതിനകത്ത് ചിലതിന് ഗ്രീൻ ഫ്ലാഗ് സോഷ്യൽ മീഡിയ അടിക്കും. ഈ പെബിൾസ് പെറുക്കാന്നുള്ളത് റെഗുലർലി ചെയ്യാന്നുള്ളത് നമ്മൾ ചെയ്തതാണ്. കണ്ടിന്യൂറ്റി എപ്പോഴെങ്കിലും നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ വീഡിയോസിന്റെ? ഒരു തവണ അതായത് ലൈക്ക് ഐ എം നോട്ട് ക്രിയേറ്റിംഗ് എനിത്തിങ് ഫോർ മൈ സൈഡ് എന്ന് പിന്നെ തോന്നി. കാര്യം കംപ്ലീറ്റ്ലി ഈ ഫണ്ട് മാത്രം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരുപാടൊന്നും അല്ല. ഒരു മാക്സിമം 20 വീഡിയോസ് നിയർ ബൈ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്കത് വന്നു. മീഡിയ റീച്ചിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്നു എന്നൊരു തോട്ട് വന്നു. അപ്പോൾ എനിക്ക് ഒരു ബ്രേക്ക് വന്നു. വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാതായി. ഒരാഴ്ച ഞങ്ങൾ അപ്ലോഡ് ചെയ്തേയല്ല. ഒന്നല്ല, 2 ആഴ്ച ഓരോന്ന് വെച്ചിട്ട് മാത്രം 2 ആഴ്ചത്തെ ബ്രേക്ക് വന്നു. അപ്പം ഈ പറഞ്ഞ വീസ് കാര്യങ്ങളെല്ലാം പിന്നെയും താഴോട്ട് പോയി, സ്കെയില് താഴോട്ട് പോയി. പിന്നെയും അതിനുശേഷം ജസ്റ്റ് പിന്നെ കുറച്ചുകൂടെ എനിക്ക് പറയാനുള്ള പൊളിറ്റിക്കൽ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ പറയാൻ ഇടയ്ക്കിടയ്ക്ക് എന്നുള്ള ഇതിലേക്ക് വന്നു. കംപ്ലീറ്റ് തമാശ മാത്രം പോരല്ലോ. അങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടോ? പൊളിറ്റിക്കൽ ആണെങ്കിലും ഫിലോസഫിക്കൽ ആണെങ്കിലും ഒരു സ്റ്റാൻഡ് ഉണ്ടോ? ഇപ്പം മറ്റുള്ളവർ എന്ത് പറയും, ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്താൽ, അല്ലെങ്കിൽ ഇന്ന കാര്യം പറഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും, നമ്മൾ കൊടുക്കുന്ന സോഷ്യൽ മീഡിയയിലേക്കാണല്ലോ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ കെയർ ചെയ്യുന്നിടത്ത് നമ്മളുടെ വ്യക്തിത്വം എന്നെ സംബന്ധിച്ചിടത്തോളം നശിക്കുകയാണ്. എനിക്ക് എൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് തുറന്നു പറയാൻ പറ്റുന്നിടത്ത് ഞാനൊരു നല്ല വ്യക്തിയാവുന്നുള്ളൂ. എൻ്റെ വിശ്വാസത്താണ്. ആളുകളെല്ലാം ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ അതർ സൈഡും കൂടി ഉണ്ട്. സോഷ്യൽ മീഡിയ ആണ്, പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഇപ്പം ചിലർ ട്രോളുമായിരിക്കും, ചിലർ ക്രിറ്റിസിസം ചെയ്യുമായിരിക്കും, അതല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റിയാക്ഷൻ വീഡിയോസ് വരും. അങ്ങനെ എന്തെങ്കിലും ലിറ്ററലി ചെവിക്കല്ല് ചേർത്ത് തല്ലു കൊടുക്കാൻ തോന്നുന്ന പോലത്തെ കമന്റ്സ് വന്നിട്ടുണ്ട്. എന്തിനാണെന്നോ അല്ലെങ്കിൽ അതിനകത്തിൽ ഇവൻ ഈ കമന്റ് പറയാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും പ്രൊവോക്ക് ചെയ്യാനുള്ള ഒന്നുമില്ല അതിനകത്ത്. വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു നോർമൽ വീഡിയോ. അങ്ങനെ ഒരു കമന്റ് വരുമ്പോൾ പെട്ടെന്ന് തോന്നും റിപ്ലൈയില് നല്ല പാട്ട് കൊടുക്കണമെന്ന് തോന്നുന്നു. പറയാൻ പറ്റുമോ? അപ്പം നല്ല തെറി തിരിച്ചു പറയാനുള്ള പോലത്തതായിരിക്കും അവൻ പറയുന്നത്. പക്ഷേ ഇവന് ഞാൻ ആ തിരിച്ച് ഇത് 4 പറയുമ്പോൾ ഞാൻ സ്വയം തരം താഴെയല്ലേ, അതിന്റെ ആവശ്യമില്ലല്ലോ. സിംപ്ലി ക്ലിക്ക് ഇറ്റ് ആൻഡ് റിമൂവ് ഇറ്റ്, കഴിഞ്ഞു. അത്രേ ഉള്ളൂ. എനിക്കൊന്നു നല്ല കണ്ടന്റ്സിനും ഇങ്ങനെ കമന്റ്സ് ചെയ്താനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നല്ലേ? ഒരു നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ലാത്തൊരു കണ്ടന്റിനാണ് നമുക്ക് വന്നിട്ട് അങ്ങനെ ഇത് വന്നത്. ഇതെന്തിന് വന്നു എന്നുള്ളത് ഞങ്ങൾ കുറെ ആലോചിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ നെഗറ്റീവ് കമന്റ്സ് വന്നു തുടങ്ങുമ്പോൾ ലൈക്ക് ടുവേർഡ്സ് ഓൾ ക്രിയേറ്റേഴ്സ്, ഇപ്പം ഞാനൊരു ക്രിയേറ്റർ ആവുന്ന ഒരാളിനോട് പറയുകയാണെന്ന് വെച്ചാൽ നെഗറ്റീവ് കമന്റ്സ് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ വിച്ച് മീൻസ് യു ആർ ഡൂയിങ് സംതിങ്. അവിടെ റെക്കഗ്നിഷൻ വന്ന് തുടങ്ങി. ഓൺലി പോസിറ്റീവ് മാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവർ വിടാം. ഇത് വേറൊരാൾ നെഗറ്റീവ് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സർക്കുലേറ്റിംഗ് അറൌണ്ട് പീപ്പിൾ. അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു നെഗറ്റീവ് കമന്റ് വരിക എന്നുള്ളത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദിസ്. നെവർ മൈൻഡ്, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം പുതിയ പുതിയ ഐഡിയാസ് വരട്ടെ, പുതിയ പുതിയ വീഡിയോസ് വരട്ടെ, കുറേ അധികം ആളുകളിലേക്ക് എത്തട്ടെ, സിനിമ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ. അപ്പം നമുക്ക് വീണ്ടും കാണാം. ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച്.